മഴയൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു റൈഡിന് ഇറങ്ങിയതാണ്. അപ്പോൾ കട്ടൻ കുടിക്കാമല്ലോ എന്ന ഉദ്ദേശത്തോടു കൂടി ഒരുപാട് കടകൾ തപ്പിയായിരുന്നു. അക്കൂട്ടത്തിൽ കണ്ട ഒരു കടയാണ്. അതിൻ്റെ പേര് ഞാൻ കണ്ടപ്പോൾ കുറച്ച് ഡിഫറെൻ്റായിട്ട് തോന്നി. മീറ്റപ്പ് എന്നാണ് അതിൻ്റെ പേര്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ മാമം ഗ്രൗണ്ടിലുള്ള ഒരു ചെറിയൊരു കടയുടെ ഫ്രണ്ടിലാണ്. ശരിക്കും ഒരു പുതിയ കടയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടുത്തെ കട്ടൻ സ്പെഷ്യലാണ് എന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. മാത്രമല്ല പുതിയ കട ആയതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പുതിയ വിഭവങ്ങളും കാണും. അപ്പോൾ അതെന്താണെന്ന് കൂടി അറിയണം. അതാണ് എൻ്റെ ഉദ്ദേശം. ഇപ്പം നമുക്ക് ആദ്യം കട്ടൻ കുടിക്കാനായിട്ട് കടയിലേക്ക് കയറാം. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു കട്ടൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഞാനിവിടുത്തെ കുറച്ച് വിഭവങ്ങൾ, സ്പെഷ്യലായിട്ടുള്ള കുറച്ച് വിഭവങ്ങളും എന്താണെന്ന് തിരക്കി മനസ്സിലാക്കി. അക്കൂട്ടത്തിലുള്ള പേരുകളാണ് പരിഷ്കാരി കപ്പ, ജല്ലിക്കെട്ട് പൊറോട്ട, തറവാടി പുട്ട്, ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ വിഭവങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് കട്ടൻ അടിച്ചതിന് ശേഷം നോക്കാം. പരിഷ്കാരി കപ്പ എന്താണ് ഈ സംഭവം എന്ന് അറിയാനായിട്ട് ഞാനിത് കലവറയിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ അതിവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണിത് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പരിഷ്കാരി കപ്പയ്ക്കുള്ള ഗ്രേവിയാണ് ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനായിട്ട് ആദ്യം സവോളയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ കുറച്ച് ക്യാരറ്റും ഇത്രയാണ് ഇട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേക്കിപ്പോൾ നമ്മുടെ ഗ്രേവി എന്ന് പറയുമ്പോഴത്തേക്കും ഉപ്പ്, മുളക് പൊടി അങ്ങനെയുള്ള അതെല്ലാം കൂടി വച്ചിട്ടുണ്ടാക്കിയ ഒരു ഗ്രേവിയാണ്. അതാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തത്. കപ്പ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കപ്പ മാത്രമല്ല നമ്മുടെ പോത്ത് ഫ്രൈയും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ പരിഷ്കാരി കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ തന്നെ നനച്ചു വെച്ചിരിക്കുന്ന മാവ് ഇപ്പോൾ കുറ്റിയിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ തേങ്ങ ഇടുന്നുണ്ട്. പുട്ട് വേകുന്ന സമയം കൊണ്ട് ഇപ്പോൾ ചേട്ടൻ മിക്സ്ചർ റെഡിയാക്കുകയാണ്. നന്നായിട്ട് വഴറ്റിയ ശേഷം നേരത്തെ പോലെ ഗ്രേവി ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയം വെന്ത പുട്ട് അതിലേക്ക് മറിച്ചിടുകയാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ പോത്ത് ഫ്രൈയും കൂടി അതിലേക്ക് മിക്സ് ചെയ്തത്. എല്ലാം കൂടി നല്ലൊരു മണം വരുന്നുണ്ട്. ആ വഴറ്റിയ നല്ല സ്മെല്ലാണ് വരുന്നത്. എന്തായാലും ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ബാക്കി പറയാം. എന്തായാലും തറവാടിപ്പുട്ട് പൊളിച്ചിട്ടുണ്ട്. കോഴിപ്പോരിന് വേണ്ടിയിട്ടുള്ള നാടൻ ചിക്കൻ കറിയാണ് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. കോഴിപ്പോരി എന്ന് പറയുമ്പോൾ നമ്മുടെ പൊറോട്ടയും അതുപോലെ തന്നെ നാടൻ ചിക്കൻ കറിയും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു കോമ്പിനേഷനാണ് ജല്ലിക്കെട്ട് പൊറോട്ട എന്ന് പറയുന്നത്. അതിനകത്ത് പൊറോട്ടയോടൊപ്പം നാടൻ പോത്ത് കറിയാണ് യൂസ് ചെയ്യുന്നത്. ജാതി മണമാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ എന്തായാലും ഇത് കഴിക്കാനുള്ള സ്ഥലം എൻ്റെ വയറ്റിൽ ഇനി ഇല്ല. ഇതിൻ്റെ രുചി അറിയണമെന്നുള്ളവർ എന്തായാലും ഇതുവഴി പോകുമ്പോൾ ഒന്ന് കയറി നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അതിനു മുമ്പായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. പുതിയ രുചി വിഭവവുമായിട്ട് നമുക്ക് പുതിയൊരു വ്ലോഗിലൂടെ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.